തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണയാണ് കേരളത്തിൽ വന്നത്. ഇന്നലെ അടക്കം നമ്മൾ അത് ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്തതുമാണ്. ഇന്നലെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ നരേന്ദ്രമോദി എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ CPM-നെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കിയത് കരുവന്നൂരും അതുപോലെ തന്നെ മാസപ്പടി വിവാദവും ഒക്കെയാണ്. CPM ഭരിക്കുന്ന ബാങ്കുകളിലെല്ലാം കൊള്ള നടക്കുകയാണ്. CPM നേതാക്കൾ ബാങ്ക് കൊള്ളയടിക്കുകയാണ്. കരുവന്നൂരിലെ കാര്യത്തിലാണെങ്കിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നുമൊക്കെയുള്ള വാഗ്ദാനങ്ങളാണ് നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്. എന്നാൽ ഇതിനൊക്കെ തക്കതായ മറുപടി മുഖ്യമന്ത്രി ഇന്നലെയും ഇന്നുമൊക്കെ നൽകുകയുണ്ടായി. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ്. ഇവിടെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത് എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഈ രീതിയിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും എത്ര കണ്ട് കേരളത്തിൽ BJPക്ക് നേട്ടമുണ്ടാക്കുമെന്ന് നോക്കാം. ദൗസറിന് എന്ത് തോന്നുന്നു? BJPക്ക് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാലും കുറച്ചെങ്കിലും വോട്ട് നേടാൻ കഴിയുമോ? ഇല്ല. അതെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താണ്? നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നമ്മുടെ രാജ്യം അല്ലാതായി മാറുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഇല്ലാതാവാൻ പോവുകയാണ്. ഇതേപോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഇനി നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. ആ നിലക്കുള്ള ഒരുപക്ഷെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയാവുന്ന തെരഞ്ഞെടുപ്പാണത്. അതുകൊണ്ട് ഈ കേന്ദ്രത്തിലെ ഈ ഭരണകൂടത്തെ താഴെ ഇറക്കണം. അക്കാര്യത്തിൽ ആരാണ് കേമൻ? ഇതാണല്ലോ കേരളത്തിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ ക്യാമ്പയിൻ. അതല്ലേ BJPയുടെ ഫാസിസത്തെ, വർഗീയതയെ, ജനാധിപത്യ വിരുദ്ധതയെ അതിനെ തടയുവാൻ ആരാണ് കേമൻ? UDFകാർ പറയുന്നു, കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങളാണ് കേമൻ. പിണറായി വിജയനും LDFും പറയുന്നു ഞങ്ങളാണ് കേമൻ. ഈ തർക്കമാണല്ലോ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ മെയിൻ സ്ട്രീമിൽ BJP ഇല്ല. ഇലക്ഷൻ ക്യാമ്പയിൻ്റെ മെയിൻ സ്ട്രീമിൽ BJPയെ തടയാൻ ആരാണ് കേമൻ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു മെയിൻ സ്ട്രീമിന് പുറത്താണ്. BJPക്ക് ഒരു നിലക്കുള്ള സാധ്യതയും കേരളത്തിലില്ല. ഇതാണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ കാണാത്ത ഒരു കാര്യം കൂടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനാണ് ഇവിടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ വലിയ വീഴ്ചകൾ വരുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ സംവാദ വിഷയമാണ്. കേന്ദ്രം പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ LDF പറയുന്നുണ്ട്. എനിവേ ഫീൽഡിൽ ആളുകൾ ഭയങ്കരമായ അസ്വസ്ഥരാണ്. സപ്ലൈകോയിൽ കാശില്ല, പെൻഷൻ കിട്ടുന്നില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ട് എന്ന ഒരു ഇൻപുട്ട് സ്വാഭാവികമായും റാലിക്ക് പ്രസംഗിക്കാൻ വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. കാരണം പ്രധാനമന്ത്രി ഇപ്പോൾ റാലിയിൽ പ്രസംഗിക്കുമ്പോൾ ചുമ്മാ കയറി പ്രസംഗിക്കുകയല്ല, നന്നായി ഹോംവർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അതിനാവശ്യമായുള്ള സെക്രട്ടറിമാരും പ്രസംഗം എഴുത്തുകാരും ഒക്കെയുള്ള വലിയ സംവിധാനവും സെറ്റപ്പും ഉണ്ടാവും. അവർ കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്യും. എന്നതിന് ശേഷമാണ് ഒരു പ്രസംഗം നടത്തുക. അപ്പോൾ സ്വാഭാവികം ഇവിടെ ഇങ്ങനൊരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എൻകാഷ് ചെയ്യണം എന്നൊരു തീരുമാനത്തെത്തിയിട്ടുണ്ടാകും. അപ്പോൾ കേരളത്തിലെ ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ടുണ്ടാകുന്ന വോട്ട് അത് അങ്ങനെ അങ്ങ് UDFിലേക്ക് പോകണ്ട, കോൺഗ്രസ്സിലേക്ക് പോകണ്ട, അതിലൊരു വിഹിതം ഇങ്ങോട്ട് പിടിച്ചേക്കാം എന്ന് കരുതിയതാവാം ഒരുപക്ഷെ മോദി. അല്ലെങ്കിൽ സാധാരണഗതിയിൽ അദ്ദേഹം ഇലക്ഷൻ റാലിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുക, ചീത്ത പറയുക, നെഹ്റുവിനെ ചീത്ത പറയുക. ഇത് പിന്നെ മോഡിയുടെ മഹത്വം, അദ്ദേഹം തന്നെ മോഡിയുടെ മഹത്വം. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ പറഞ്ഞില്ലേ, മോഡി ആ പൈസ പിരിച്ചിട്ട് കരുവന്നൂരിലെ പൈസ തിരിച്ചു പിടിച്ചിട്ട് മോഡി കൊടുക്കും എന്നാണ് മോഡി തന്നെ പറയുന്നത്. അപ്പോൾ മോഡിക്ക് ആ ഗ്യാരണ്ടി എന്ന് മോഡി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുക. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് CPM-നെയും പിണറായി വിജയനെയാണ് അദ്ദേഹം ഇത്തവണ കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങളാണ് ദിവ്യ സൂചിപ്പിച്ചത്. ഒന്ന് കരുവന്നൂർ, രണ്ടാമത്തത് ഈ മാസപ്പടി, സ്വർണ്ണക്കടത്ത്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ഇലക്ഷനെ സ്വാധീനിക്കാൻ മാത്രം വളരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കരുവന്നൂർ ഓഫ് കോഴ്സ് ആ മേഖലയിൽ LDFന് ചില തിരിച്ചടികൾ ഉണ്ടാക്കും. കാരണം പണം നഷ്ടപ്പെട്ട കുറച്ചധികം ആളുകളുണ്ട്, ജീവാഹുതി നടത്തിയ ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിനകത്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് CPM തന്നെ സമ്മതിക്കുകയും ചെയ്തതാണ് കേട്ടോ. പണം നഷ്ടപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടെന്നും അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്നും മുഖ്യമന്ത്രിയും CPMൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാട്ടാക്കടയിൽ പോയിട്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറയുന്നത്. സ്വർണ്ണക്കടത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, സ്വർണ്ണക്കടത്ത് ഇപ്പോൾ എത്ര വർഷമായി? 2020 2020
കേന്ദ്ര ഏജൻസികളാണ് മുഴുവൻ അന്വേഷിച്ചത്. എനിക്ക് തോന്നുന്നത് പിന്നെ കസ്റ്റംസ് അന്വേഷിക്കുന്നു, മൊത്തം എത്ര മൂന്ന് ഈ കസ്റ്റംസ്, ഇ ഡി, CBI അല്ലേ? ഇത് മൂന്നും കേന്ദ്ര ഏജൻസികളാണ്. അവർക്ക് ഇതുവരെ അത് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഇത് മാത്രമേ ഈ BJPയുടെ നേതാക്കന്മാരും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണല്ലോ സ്വർണ്ണക്കടത്ത്. കേരളത്തിലെ എല്ലാ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടെ വേറൊരു എക്കണോമി വളരുന്നു, കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് ഇതിൻ്റെ കേന്ദ്രമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇവർ ആലോചിക്കാത്ത, അല്ലെങ്കിൽ ഇവർക്ക് അറിയാത്തതാണോന്ന് അറിയില്ല ഒരു വിഷയം. ഈ എയർപോർട്ട് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനാണോ? എയർപോർട്ട് ആരുടെ കയ്യിലാണ്? എയർപോർട്ട് നരേന്ദ്രമോദിയുടെ കയ്യിലല്ലേ? അപ്പോൾ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് വ്യാപകമാണ്. സ്വർണ്ണക്കടത്തിലൂടെ ഉണ്ടാക്കിയ ഒരു എക്കണോമിയാണ്, കള്ളക്കടത്തിലൂടെ ഉണ്ടാക്കിയ ഒരു എക്കണോമിയാണ് കേരളത്തിലത്. അങ്ങനെ ചില ആളുകൾ ഭയങ്കരമായിട്ട് വളരുകയാണ് എന്നൊക്കെ ഇവർ നിരന്തരം പ്രസംഗിക്കുന്നുണ്ട്. ഇവർക്ക് ഇതങ്ങോട്ട് പൂട്ടിയാൽ പോരുന്നേ. സകല എയർപോർട്ടും ഇവരുടെ കയ്യിലാണ്. വിദേശ പണം വരുന്നു, അല്ലെങ്കിൽ സ്വർണം കള്ളക്കടത്ത് വഴി വരുന്നു. ഇതാണല്ലോ പ്രധാനപ്പെട്ടൊരു സംഗതി. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ തടയാത്തത് എന്നെന്താണ് ഒരു ജിയും ചോദിക്കാത്തത്? ഇത് സ്വർണ്ണക്കടത്ത് തടയണമെന്ന് പിണറായി വിജയൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണെന്ന് വിചാരിക്കും. പിണറായിക്കത് സാധിക്കുമോ? സാധിക്കില്ല. കാരണം പിണറായി വിജയൻ്റെ പോലീസിന് എയർപോർട്ടിൽ കയറാൻ പറ്റില്ല. പിണറായി വിജയൻ്റെ പോലീസിന് ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല. അതിന് പുറത്ത് ആരെങ്കിലും അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയാൽ അത് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവ് ആരുടെ വീഴ്ചയാണ്? അത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഏജൻസികളുടെ വീഴ്ചയാണ് അല്ലേ? അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് എന്നിട്ട് ഓക്കെ ആ വീഴ്ച സംഭവിച്ചു, എന്നിട്ട് അത് അന്വേഷിക്കുന്നത് ആരാ? അന്വേഷിക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട 3 ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഏജൻസീസ് അന്വേഷിക്കുന്നു. അവർക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റിയോ? അവർക്ക് എവിടെ എത്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പറയാം, അതുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ഉത്തരവാദിത്തമുള്ള ഏരിയയിൽ നടന്നിട്ടുള്ള ഒരു ബ്രീച്ച്, അതാണോ സ്വർണ്ണക്കടത്ത്, അവരുടെ നിയന്ത്രണത്തിലുള്ള ഏജൻസീസ് അന്വേഷിക്കുന്നു. എന്നിട്ട് അവർക്കൊരു കൺക്ലൂഷനിൽ എത്തിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ പാടില്ല. അതാണ് നിങ്ങളെന്താ ചെയ്യേണ്ടത്? പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ആളുകളെ കണ്ടെത്തി പൂട്ടുക. ആർക്കാണ് ഈ സ്വർണം വന്നത്? അതാണ് ഏറ്റവും പ്രധാനം. ഈ സ്വർണ്ണക്കടത്തിൽ ഇവരുടെ എംബസി ഉദ്യോഗസ്ഥർ, കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ പങ്കാളികളായി എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അത് ഭയങ്കര സെൻസിറ്റീവാണ് അങ്ങനെ ഒരു വിഷയം. കാരണം മുമ്പ് പറഞ്ഞാൽ ഒരു കോൺസുലേറ്റ് എംബസി എന്നൊക്കെ പറയുമ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇതിനൊക്കെ ബാധിക്കുന്ന അങ്ങേറ്റം സെൻസിറ്റീവായുള്ളൊരു സംഗതിയാണ്. പക്ഷേ എന്ത് തന്നെയാലും അവിടുന്ന് സ്വർണം ഇറങ്ങി കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലത് റിസീവ് ചെയ്ത കക്ഷികളുണ്ടാവുമല്ലോ, അവരെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേതൊക്കെ UAE-കാരാണ്, ഈജിപ്ഷ്യൻസ് ആണെന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കാം. ഇവിടെ സ്വീകരിച്ച കക്ഷികളുണ്ടല്ലോ, അവരെ പിടിക്കണ്ടേ? ഈ 3 ഏജൻസികളും ഇത്രയും കൊല്ലം നടന്നിട്ട് ഒരറ്റം തന്നെ പിടിച്ചിട്ടില്ലെന്നല്ല, നമുക്കൊരു സൂചന ഉണ്ടല്ലോ, ഒരു സൂചനാലെ റിപ്പോർട്ട് കൊടുക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? അപ്പോൾ ആർക്കാണത് ലഭിച്ചിരിക്കുന്നത്? ഈ ജിമാർക്ക് ഇതിലെന്തോ ഒരു താല്പര്യമുണ്ടോ ഈ ലഭിച്ച ആളുകളെ അറിയാതിരിക്കാൻ? ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇങ്ങനെ രാഷ്ട്രീയ റാലിയിൽ പ്രസംഗിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹം ഈ പറയുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികൾ ഉപയോഗിച്ച് ഇതിൻ്റെ അങ്ങേ തലവരെ പോവുകയാണ് വേണ്ടത്. പക്ഷെ അപ്പോഴാണ് കോൺഗ്രസ് ഒരു ഫ്ലാഗ് റൈസ് ചെയ്യുന്നത്. ഇത്രയും കൊല്ലം അന്വേഷിച്ച് ഒരുത്തനെയും പിടിച്ചില്ല, എന്നിട്ട് കാട്ടാക്കട വന്ന് പ്രസംഗിക്കുകയാണ്. എന്താ പരിപാടി? അത് ഇവർ നമ്മളെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യപ്പെടാൻ പോകുന്ന ആളുകൾ സ്വീകരിക്കുന്ന ഒരു കാര്യം. കാരണം പറഞ്ഞാൽ ഇത്രയും വർഷമായി ഇവർ സകല ഇതും ചെയ്തു, ഒരുത്തനെയും പിടിക്കുന്നില്ല, എന്നിട്ട് ഇയാൾ ഇവിടെ വന്നിങ്ങനെ പ്രസംഗിക്കുക. അപ്പോൾ അത്
നമ്മുടെ രാഷ്ട്രീയത്തെ കൂടുതൽ എന്താ പറയുക കൗതുകമുള്ള ഒരു ഏരിയയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. യെസ്, നിഷാദ് ഇവിടെ വന്നാൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരായ വിവാദങ്ങൾ ഉന്നയിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ തുടർച്ചയായി 3-4 തവണ ഇവിടെ തൃശ്ശൂർ വരുന്നു, അവിടെ വന്നിങ്ങനെ പ്രചാരണം നടത്തുന്നു. എന്താണ് BJP കാണുന്നത്? തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ നരേന്ദ്രമോദി കരുവന്നൂരിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്, കരുവന്നൂർ ഒരു സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അത് CPM പോലും അതിനെക്കുറിച്ച് ഭയമുണ്ട്. CPM അതിനെ വളരെ വേഗത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടാണ്. അതിൻ്റെ പരിക്ക് പരിഹരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ 117 കോടി രൂപ ഓൾറെഡി ഞങ്ങൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് ഇപ്പോൾ സ്മൂത്തായിട്ട് പ്രവർത്തിക്കുന്ന 8 കോടി രൂപ ഓൾറെഡി ഞങ്ങളിപ്പോൾ പുതുതായിട്ട് വായ്പ അനുവദിച്ചിട്ടുണ്ട്. സഹകാരികൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് വിശ്വാസം വന്നിട്ടുണ്ട്. പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. സർക്കാരാണ് സഹകരണ വകുപ്പ് കണ്ടെത്തുന്നു, സർക്കാരാണ് അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, സ്വത്ത് മരവിപ്പിക്കുന്ന ആൾക്കാരെ പിടിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് CPM അതിന് മനസ്സിലായിട്ടുണ്ട്, സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് ഇത് ഒരു കുഴപ്പമുള്ള സംഗതിയാണ്. മോദി ആവർത്തിച്ച് കുരുവന്നൂർ എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് അവിടെ പ്രവർത്തിക്കുന്നതാണ്. സുരേഷ് ഗോപി പഥയാത്ര നടത്തുന്ന നമ്മൾ കണ്ടതല്ലേ, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. സോ അതിനകത്തൊരു മോദി ചെയ്യുന്നതിലൊരു ലോജിക്കുണ്ട്. പക്ഷേ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പറയുന്ന ആളുകൾക്ക് ഇപ്പം 10 വർഷം ഞങ്ങൾ ഭരിച്ചു, ഒരു 5 വർഷം കൂടെ തന്നാൽ ഞങ്ങൾ പെട്രോളിൻ്റെ വില കുറയ്ക്കാമെന്ന് ഇവർ ഇപ്പോൾ ഈ പ്രകടന പത്രിക എഴുതിയിട്ടുണ്ട്. അതുപോലെയാണ് പ്രകടന പത്രിക അല്ല കേട്ടോ, മോഡിക്ക് ഗ്യാരണ്ടി പത്രിക. മോഡിക്ക് ഗ്യാരണ്ടി പത്രികയാണ്. അപ്പോൾ കഴിഞ്ഞ 4 വർഷം മുമ്പത്തെ ഒരു കേസിൽ 4 വർഷമായിട്ടും എവിടെയും എത്താത്ത, നിങ്ങൾ മൊത്തത്തിലുള്ള ED കേസുകളുടെ ചരിത്രം പരിശോധിക്കണം. ഇപ്പം ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് കൈമാറിയിട്ടുണ്ട്. അസാധാരണമായിട്ടുള്ള വേഗത കാണിക്കുന്നു പല കേസിലും. മതിയായ തെളിവുകൾ സമാഹരിക്കുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട നേതാക്കളെ പിടിച്ചകത്തിടാൻ വെമ്പൽ കാണിക്കുന്നു. എന്താണ് EDയെ കുറിച്ച് 10 ഇൻസ്റ്റൻസുകൾ വെച്ചിട്ട് ഇവരൊരു കത്ത് കൊടുത്തിരിക്കുന്നു. 10 സംഭവ വികാസങ്ങൾ. അവസാനത്തെ കെജ്രിവാളിൻ്റെ അടക്കം 4 വർഷം കഴിഞ്ഞിട്ടും ED ഒരു വേഗതയും കാണിക്കാത്ത ഒരു കേസാണ് ഇതിനകത്തുള്ള ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസ്. അപ്പോൾ 4 വർഷമായിട്ട് ഒരു അനക്കവുമില്ല. അപ്പോൾ എന്തുകൊണ്ട് അനങ്ങുന്നില്ല? ആ ചോദ്യം നേരത്തെ ദാവൂസായി പറഞ്ഞ വളരെ ക്ലിയറായ സംഗതിയുണ്ട്. ഈ കൺസൈൻമെൻറ്റുകളൊക്കെ വന്നത് ആർക്കാണ്? മൗലികമായ ചോദ്യം അതാണ്. ആര് കൊണ്ടുവന്നു, ആര് സഹായിച്ചു, എന്താ പറയുന്നത്, ഈ കസ്റ്റംസിൻ്റെ സഹായം ഉണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ഇത് വാങ്ങിച്ചല്ലോ. ഈ സ്വപ്ന സുരേഷ് എത്ര തവണ ഇവിടെ കൊണ്ടുവന്നു, അവസാനമുള്ള പിടിക്കപ്പെടുന്നു. ഈ കൊണ്ടുവന്ന കൺസൈൻമെൻറ്റുകളൊക്കെ ആരാണ് ഇവിടെ വാങ്ങിച്ചത്, റിസീവ് ചെയ്തത് ആരാണ്? അതിനെക്കുറിച്ചൊരു ആരോപണം ഉന്നയിക്കാൻ പോലും BJPക്കാർ തയ്യാറാവുന്നില്ല. ആരാധ്യനായ പ്രധാനമന്ത്രിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. നമുക്കറിയാമല്ലോ പ്രധാനപ്പെട്ട ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് നടന്നത് എന്ന് പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അത് കള്ളമാണെന്നും ആത്മാർത്ഥതയില്ലെന്നും അവർക്കും അതിനകത്ത് എന്തൊക്കെ ഒളിച്ചു വെക്കാനുണ്ട് എന്നും നാട്ടുകാർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല 2020 സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉയർന്നു വരികയും അതുണ്ടാക്കിയ ഭൂകമ്പം നമുക്കറിയാം. അതിനുശേഷവും ഗവൺമെൻറ് റിപ്പീറ്റ് ചെയ്താണ് കേരളത്തിലെ കാഴ്ച. ഓക്കെ, സ്വർണ്ണക്കള്ളക്കടത്ത് സാധനത്തിലേക്ക് ഇമ്പാക്ട് ചെയ്തിട്ടില്ലല്ലോ, സർക്കാരിനത് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല ഏജൻസികൾ മുഴുവൻ ഇവിടെ അന്വേഷിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. എനിക്കൊന്ന് വേണമെങ്കിൽ CPM വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒന്നാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ഇപ്പോൾ നടത്തുന്ന ഈ പ്രസംഗങ്ങൾ. കാരണം BJP പ്രധാന ശത്രുവായി കാണുന്നത് ഞങ്ങളെയാണ്. നോക്കൂ, പ്രധാനമന്ത്രി വരുന്നത് ഞങ്ങളെ ആക്രമിക്കാനാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് തിരിച്ച് ക്യാമ്പയിൻ ചെയ്യാം. കാരണം സത്യത്തിൽ നോക്കൂ, ഇപ്പം നിലവിലുള്ള പാർലമെൻറ്റ് സീറ്റുകളുടെ കണക്കെടുത്താൽ ഇതൊരു UDF സ്റ്റേറ്റാണ്. 19 സീറ്റുകൾ കോൺഗ്രസ് UDF കൈയാളുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ തോൽപ്പിക്കേണ്ടത് ആരെയാണ്? കോൺഗ്രസിന് ഇപ്പോഴും നല്ല സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം, മറ്റ് പലയിടത്തെയും പോലെ അല്ല. അപ്പോൾ ഇവിടെ പ്രധാനമായ ഒരു ടാർഗറ്റ് ആവേണ്ടത് സത്യത്തിൽ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസുമാണ്. അത് ചെയ്യാതെ മോദി എന്താണ് ചെയ്യുന്നത്? മോദി ഇങ്ങനെ CPM പിണറായി വിജയനെ, CPM എന്ന് പറഞ്ഞ പാർട്ടി തന്നെ കറപ്ഷനാണ് എന്നൊക്കെ ആരോപിക്കുമ്പോൾ CPM ഒരു സംഗതി ഉപയോഗിക്കാൻ കഴിയുന്നത്, നോക്കൂ ഞങ്ങളെയാണ് അവർ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുമായിട്ടാണ് ഫൈറ്റ് എന്നൊരു ചിത്രം ഇമേജ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ ശ്രമിക്കാൻ കഴിയുന്ന ഒരു സാധ്യത അതിനകത്ത് കിടപ്പുണ്ട്. അതിനപ്പുറം മോദിയുടെ ഈ പ്രസംഗത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കാൻ വയ്യ. കരുവന്നൂരാണ് ആകെ എന്തെങ്കിലും തരത്തിലുള്ള സ്കോപ്പ് ഉള്ളത്. അത് പക്ഷേ വേറെ പല കാരണങ്ങൾ കൊണ്ട് BJPക്ക് അത് എൻകാഷ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. മാറിയ സാഹചര്യം BJPയെ സ്ഥാനാർത്ഥി എന്തുമാത്രം ദുർബലനാക്കിയിട്ടുണ്ട്, സമുദായ സമവാക്യങ്ങൾ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തുമാത്രം ഓൾറെഡി അവരെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് മോദി വന്നിട്ട് ഇത് പ്രസംഗിക്കുന്നതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും. പിന്നെ അഴിമതിയെക്കുറിച്ചാണല്ലോ, ഞങ്ങൾ മോദി ഗവൺമെൻറ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കരുവന്നൂരും, മോദി ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസ് പിടിച്ചു എന്നൊക്കെ മോദി പ്രസംഗിക്കും. പക്ഷേ ആളുകൾക്കറിയാമല്ലോ മോദിയുമായി ബന്ധപ്പെട്ട ഒരു കേസും പിടിക്കുന്നില്ല എന്നും. മോദിയുടെ കൂടെ പോയി ചേർന്നാൽ എല്ലാവരും, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മമതാ ബാനർജി ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് വലിയൊരു വേദിയിൽ വെച്ചിട്ട് ഒരു കറുത്ത തുണി ഇടും, എന്നിട്ട് വെളുത്തുണി എടുക്കും.
BJP ചെയ്യുന്ന ഇതാണ്, വാഷിംഗ് മെഷീനാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ BJPയിലേക്ക് ഇങ്ങനെ അശോക് ചവാൻ എന്ന് പറയുന്നത് ലോക അഴിമതിക്കാരനാണ്, അധികാരത്തിൽ തുടരാൻ എന്ത് അവകാശം ചോദിച്ച BJPക്കാർ അശോക് ചവാനെ ഇപ്പോൾ മാറി പുണരുകയാണ്. അവർ സുവേന്ദു അധികാരിയെ ചിട്ടിക്ക് തട്ടിപ്പ് കേസിലെ പ്രതിയെ കൊണ്ടുപോയി വിശുദ്ധനാക്കി പാർലമെന്ററി പാർട്ടി അധ്യക്ഷനാക്കുകയാണ്. നാരായൺ റാണയെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഇയാൾ ലോക കള്ളനാണെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചവർ. ഏറ്റവും അവസാനം നമ്മുടെ പ്രഫുൽ പട്ടേലിന് CBI ക്ലീൻ ചിറ്റ് കൊടുത്തു. അപ്പം ഇങ്ങനെ മോദി അഴിമതിയുടെ കാര്യത്തിൽ എന്തുമാത്രം വളരെ സ്ട്രേറ്റ് ഫോർവേഡാണെന്ന് നന്നായി അറിയാവുന്ന പത്രം വായിക്കുന്ന ആൾക്കാരുള്ള കേരളത്തിൽ ഞങ്ങൾ കുരുവന്നൂർ പിടിച്ചില്ല എന്ന് മോദി ചോദിക്കുന്നതിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, എന്തായാലും കരുവന്നൂർ മാസപ്പടിയും സ്വർണ്ണക്കടത്ത് കേസും ഒക്കെ എത്ര കണ്ട് അല്ലെങ്കിൽ ആർക്ക് വോട്ടാകും, ഗുണം ചെയ്യും എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.